കിടു 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 ഒറ്റക്കാലം തന്നെ കേട്ടാ. ഞാൻ കണ്ട് മാറ്റിട്ടുണ്ട് കേട്ടോ. രണ്ടെണ്ണം പറഞ്ഞിട്ട് ആദ്യത്തെ അറ്റത്തിരിക്കുവാണ്. അത് ഊരി പോകാന്നറിയില്ല. രണ്ടെണ്ണം ഉണ്ട്. മുന്തിരി കൊലയിൽ സ്ലിംഗ് ഷോട്ടിൽ രണ്ടെണ്ണം നോക്കി. അത് നാടന, താഴത്ത് നാടന. ഇത് ചിത്രം നടന, മറ്റേ നാടന. ഹലോ ഗൈസ്, എല്ലാവർക്കും സി എം ഫിഷിങ്ങിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു സ്പോട്ടിലേക്ക് ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടെ ജസ്റ്റ് അതിൻ്റെ അപ്പുറത്തെ പാടത്തൊക്കെ ഒന്ന് നമ്മൾ ഷൂട്ട് ചെയ്തായിരുന്നു. അപ്പോൾ കാളാഞ്ചി, അതിൽ തിലോപ്പി സംഭവങ്ങളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മളിവിടെ ഇറങ്ങിയത്. അതായത് ഇന്ന് രാവിലെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല, ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സ്ലിംഗ് ഷൂട്ട് ഫിഷിങ്ങിൽ ഒരു റാൻഡം ഫിഷിംഗ് ആയിരിക്കും, പല സ്പോട്ടിലായിരിക്കും നമ്മൾ ഫിഷിങ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മാജിക് ഡാർട്ടുണ്ട്. നമ്മൾ പുതിയത് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഡാർട്ട് പോയി, പിന്നെ പുതിയ ഡാർട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടായിരിക്കും ഇന്നത്തെ ഷൂട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ 2-3 പേരൊക്കെ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. ചാച്ചപ്പൻ പുറത്തേക്ക് പോയേക്കണം. ചാച്ചപ്പൻ ഒരു 5 മിനിറ്റ് 10 മിനിറ്റിനുള്ളിൽ എത്താന്ന് പറഞ്ഞേക്കണം. അപ്പോൾ എല്ലാവരും വന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് കാളാഞ്ചി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു കാളാഞ്ചി കിട്ടിയല്ലേ ഇരുന്ന്. ആ ഒരു കാളാഞ്ചി കിട്ടിയായിരുന്നു. അപ്പോൾ അത് ഒടക്കൊലയിലാണ് കേട്ടോ കിട്ടിയത്. ഈ പാടത്തുനിന്ന് ഒടക്കൊല ഇട്ട് കഴിഞ്ഞ് ഒടക്കൊലയിലൊന്ന് ചുരുണ്ട് കയറി കിട്ടിയതാണ്. അപ്പോൾ അതിനൊരു ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ ഇതിൽ ആഡ് ചെയ്തേക്കാം. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ പാടത്തുനിന്ന് കുറച്ച് അങ്ങോട്ട് നല്ല ഏരിയ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടൊക്കെ പോയിട്ടായിരിക്കും നമ്മൾ ഫിഷിങ്. കാളാഞ്ചി ഉണ്ടെന്നാണ് പറഞ്ഞത്. കാളാഞ്ചിനൊക്കെ ആണെങ്കിൽ നമുക്ക് കാളാഞ്ചിനെ അടിച്ചെടുക്കാം. ഓക്കെ. പിന്നെ കൂടുതലും കരിമീനും പിലോപ്പിയാണെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ കരിമീനും പിലോപ്പിയൊക്കെയാണ്. അപ്പോൾ നമുക്ക് അതിനൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം. ഇന്നത്തെ ഒരു റാൻഡം ഫിഷിംഗ് ആയിരിക്കും. അപ്പോൾ ഓക്കെ, എന്തായാലും നമ്മൾ ഷൂട്ടിലേക്ക് പോവാം. വാവ്, നൈസ് 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 നൈസ്. ഒരെണ്ണം കയറിയിട്ടുണ്ട്. ഒരെണ്ണം കയറി. വാ 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 വാ. ഗുഡ് ഷോട്ട്. ഇത് അത്യാവശ്യം നല്ലൊരു സൈസ് ഒരു തിലോപ്പി കയറിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി നൈസ് റെഡ് തിലോപ്പി. ഇതിന് ഇവിടെ കിടന്ന് ചുറ്റിപ്പയാണ് അയ്യും കേട്ടോ. അടിപൊളി നൈസ് സാധനം. ഇതേ അടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഇതേ അവൻ്റെ ആർട്ടൊക്കെ ചുറ്റിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും നൂല് ചുറ്റിപ്പോയി അവൻ്റെ ശരിക്കും. അയ്യോ, കെട്ടഴിച്ചെടുക്കാൻ നമുക്ക്. അത്യാവശ്യം കുഴപ്പമില്ല. ഒരു 1/2 കിലോ സൈസ് വരുന്ന ഒരു റെഡ് തിലോപ്പിയാണ്. അടിപൊളി കണ്ട. സെൻറ്റർ ഷോട്ടായിരുന്നു നമ്മുടെ. ഞാൻ ക്ലിയറായിട്ട് വന്ന് നല്ല സെൻറ്റർ പോയിന്റിൽ തന്നെ അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ. എൻ്റെ നിപ്പ് നല്ല അടിപൊളി നിപ്പായിരുന്നു എൻ്റെ. അപ്പം എന്തായാലും നമ്മൾ നൂലഴിച്ചെടുത്തിട്ടുണ്ട്. ഡാർട്ടഴിച്ച് ഇതൊരു ചാട്ടം വാങ്ങുന്നുണ്ട്. ഇല്ല, അവൻ്റെ ആ ടൈലിലൊക്കെ നല്ല ഒരു പുള്ളി കളർ ഡിസൈനൊക്കെ ഉണ്ട്. നല്ല സ്റ്റൈലുണ്ട് കാണുന്നത്. ഇത് കണ്ടോ, വയലിൻ്റെ നല്ല കുത്ത് കുത്ത് ഡിസൈൻ. ഞാൻ പിടിച്ച് താഴെ ഇട്ടതേ ഉള്ളൂ. അപ്പം തന്നെ അത് ഉറുമ്പ് വരാൻ തുടങ്ങി. ഇഷ്ടംപോലെ ഉറുമ്പുണ്ടെന്ന് തോന്നുന്നത്. ഇഷ്ടംപോലെ ഉറുമ്പ്. അപ്പം തന്നെ ഓരോന്നോരോന്ന് ചാടി അവൻ്റെ മേത്തോട്ട് കയറാൻ തുടങ്ങി കേട്ടോ. അവനപ്പം നമുക്ക് ഇപ്പോൾ സഞ്ചിക്കത്തേക്ക് ഇട്ടേക്കാം. ഓക്കെ, കുഴപ്പമില്ല. നല്ല അത്യാവശ്യം നല്ല അടിപൊളി ഇതിലേക്ക് വേണ്ട. നൈസ്. ഓക്കെ, അപ്പം നമുക്ക് സഞ്ചിക്കത്തേക്ക് ഇട്ടേക്കാം കേട്ടോ. ഗൈസ്, ഇത് ഒരു ഞണ്ട് ഇവിടെ നിൽപ്പുണ്ട്. കിട്ടുമോയെന്നറിയില്ല. ഇച്ചിരി ലോങ്ങിലേക്ക് പോയിട്ടുണ്ട്. നമ്മുടെ കവണ ഇവിടെ വെച്ചാക്കും. ഒരു ഞണ്ടുണ്ട്. അയ്യോ, അതാ ഒരു വടിയുടെ താഴത്തോട്ട് പോയി കളഞ്ഞു കേട്ടോ. ആ കാണുന്ന വടിയുടെ താഴെ പോയി നിൽക്കുവാണ് അവൻ. ആ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. വാവ്, നൈസ് 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 നൈസ്. ഞണ്ടിൻ്റെ അടി കൊണ്ടിട്ടുണ്ട്. എൻ്റെ അമ്മ, ഞണ്ടിൻ്റെ അടി കൊണ്ടിട്ടും ഡാർട്ട് വെള്ളത്തടിയിൽ നിന്ന് പോഞ്ഞില്ല. അമ്മമ്മോ, കിടു 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 കിടു. ഒറ്റക്കാലം തന്നെ കേട്ടോ. ഇതേ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കിട്ടും ഒറ്റക്കാലം ചത്തുപോയത്. ഇതിൻ്റെ ഇച്ചിരി സൈഡ് കൊണ്ട് ഉണ്ടാക്കണമെന്ന് തോന്നുന്നു. അടി കൊണ്ടിട്ട് ചത്തിട്ടില്ല കേട്ടോ സാധനം. നൈസ് നൈസ് നൈസ്. ഇതേ ഇന്നത്തെ കറിക്കായി. എൻ്റെ പൊന്നോ, കിടുക്കാച്ചി ഐറ്റം. ഡേ 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 ഡേ. ആ ഡാർട്ടിൽ കടിച്ചു പിടിച്ചാൽ ആ നൈസ്. ഇതേ അവൻ ഡാർട്ടിൽ കടിച്ചു പിടിച്ചാൽ അവനായിട്ട് കുത്തിക്കൊണ്ടത് ഡാർട്ടാന്ന് അവന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൻ ഡാർട്ടിനെ കടിച്ചു പിടിച്ചിട്ടുണ്ട്. അതിനെ കടിച്ചിട്ടൊരു കാര്യമില്ല. ഈ അഴിഞ്ഞു പോയി. ഇതേണ്ട, ഇതിലൂടെ കയറി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു കാലം അവൻ്റെ പോയിട്ടുണ്ട്. നവരക്കാല് 3, 3, 6, 2 പങ്കക്കാലും ഉണ്ട്. ഇതാണ് പങ്കക്കാലം എന്നുള്ള സംഭവം. ഇതാണ് കേട്ടോ.
വെള്ളത്തിൽ തുഴഞ്ഞൊക്കെ നടക്കുന്ന പങ്കക്കാർ നിരങ്ങി നടക്കാനുള്ള കാലമാണ്. ഈ പ്രാവശ്യം സൈഡിൽ അടി കൊണ്ടത്, കഴിഞ്ഞ പ്രാവശ്യം സെൻട്രൽ ബോൾട്ടിനായിരുന്നു അടി കൊണ്ടത്. അതുകൊണ്ടാണ് അവൻ ഓൾറെഡി ഒരു ഡെഡായിപ്പോയി. ഇതിപ്പോൾ സൈഡിലേക്ക് മാറി അടി ഉണ്ടാക്കണമെന്ന് കുഴപ്പമില്ലേ. എന്തായാലും നമുക്ക് ഇതിൻ്റെ കാലൊടിച്ചെടുക്കാം കേട്ടോ. ഇതിനൊരു ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്, ഞാൻ കാണിച്ചു തരട്ടെ കേട്ടോ. ഇത് നമ്മുടെ ഈ നവരക്കാലി എന്ന് പറയും, ഈ ചെറിയ കാലിൻ്റെ ഈ ഏറ്റവും എൻഡിലത്തെ സ്റ്റെപ്പ് ഇത് പതിയെ ഒടിച്ചെടുത്തിട്ടുണ്ടല്ലോ. ഇത് ഈ ഒരു ഭാഗത്ത് പതിയെ ഇങ്ങനെ കുത്തി ഇങ്ങോട്ട് ഇറക്കിക്കഴിഞ്ഞാൽ ഇനി ഞണ്ട് കടിക്കത്തില്ല. കാരണം ഇവൻ്റെ ഈ ലോക്കിങ് ചെയ്ത് വെച്ചങ്ങനെ കാലിത് കണ്ട, ഈ കാലിന് തുറക്കാൻ പറ്റത്തില്ല ഇവന് ശരിക്കും കണ്ടാ. ഇതൊരു ലോക്കിംഗ് സിസ്റ്റമാണ്. ഇവിടെ അതിങ്ങനെ വെച്ചാൽ മതി. ഇനി ഞണ്ട് നമ്മളെ കടിക്കില്ല. നമ്മളെ വിട്ട് കഴിഞ്ഞാൽ ഞണ്ട് കാല് തുറന്നാലേ കടിക്കാൻ പറ്റുള്ളൂ ഇനി. ഓക്കെ, എന്തായാലും ഇവൻ അധികം വൈകുന്നില്ല, ചത്തു പോകും. എന്തായാലും ഇവനെ കാല് ഒടിച്ചേക്കുക കേട്ടോ. നമ്മൾ കാലൊടിച്ചിട്ടുണ്ട്, അടിപൊളി. അപ്പോൾ അത് സഞ്ചിക്കകത്തേക്ക് നമുക്ക് ഇവൻ്റെ എടുത്തിട്ടേക്കാം. ഇവനെ അഴിച്ചെടുക്കട്ടെ കേട്ടോ. ആദ്യം ഈ ഡാർട്ട് ഊരിയാലുള്ള നമുക്ക് ഇവനെ റിമൂവ് ആക്കാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഞണ്ടുള്ള ഏരിയയാണ് കേട്ടോ. ശരിക്കും ഞണ്ടുണ്ട് ഇവിടെ. നേരത്തൊക്കെ ഞണ്ടിനെ ഇരയിട്ട് തീറ്റയിട്ട് ഇവിടെ നിന്ന് പിടിക്കുന്നതായിരുന്നു. ഓക്കെ, ഞാൻ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇവനെ നമുക്ക് സഞ്ചിക്കകത്തേക്ക് ഇട്ട് വെച്ചേക്കാം. ഓക്കെ, കിടന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്കൊരു ഞണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഏകദേശം നമുക്ക് ഇവിടെ ഒന്ന് നീന്തിയിട്ട് ഇറങ്ങിയതിന് ശേഷം അപ്പുറത്തോട്ടൊന്ന് പോയി നോക്കാം കേട്ടോ. ആ സൈഡിലോട്ടൊന്ന് പോയി നോക്കാം. അങ്ങോട്ടൊക്കെ മീൻ ഇഷ്ടം പോലെ ഓടിയിട്ടുണ്ട്. അനക്കം വന്നപ്പോഴേ അങ്ങോട്ട് ഓടിയിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം കേട്ടോ. ഓക്കെ ഡാൻ. അധികം അലക്കുണ്ടാക്കല്ലേ, ബാക്കിയുള്ളവർ ഒഴിക്കും. ലിഫ്റ്റ്, നൈസ്. അടിപൊളി സാധനം ഇത്. കിട്ടാത്ത സാധനം മോനെ, 1 kg നൈസ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ മീൻ കയറുന്നുണ്ട്. ഇങ്ങനെ അടിച്ചെൻ്റെ മേലെ ചെളി തീർക്കുന്നത് കണ്ട, എൻ്റെ മേല് മൊത്തം ചെളിയാക്കി. അത് ഇവിടെ നിന്ന് വെക്കുന്ന ചെളി. ഓക്കെ, അപ്പോൾ ഇവൻ്റെ ഡാർട്ട് ഞാൻ ആദ്യം കഴിക്കുന്നത്. നേരത്തെ ചെളി പറ്റിയിട്ടുണ്ട്. നല്ല ചെളി പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പതിയെ അവിടെ നിന്ന് ലിഫ്റ്റ് ചെയ്തെടുത്തത്. പക്ഷേ എൻ്റെ വാലിൽ ചെളി ഉണ്ടായിരുന്നു. നൈസ്. അപ്പോൾ സാധനം കുഞ്ഞുമാണ് എൻ്റെ തൂക്കം പറയണ്ട. എത്ര കിലോ കാണും കുഞ്ഞു? അതിന് 5 കിലോ. അയ്യോ, 5 കിലോ എന്ന് പറയുമ്പോൾ ഭയങ്കര വലുതായിരിക്കും. 5 കിലോ അല്ലേ ഇത്? 1 kg. 1 kg കാണും. നമ്മൾ നമ്മുടെ മറ്റേ സംഭവം തന്നെ നമ്മൾ ഉപയോഗിക്കണം, ഡീപ് ഡാർട്ട്. നമ്മളതിൻ്റെ ലോക്ക് പിന്ന് മാറ്റിയിട്ടാണ് ഇത് വെച്ച് ഷൂട്ട് ചെയ്യണം. നല്ല പെർഫോമൻസ് എന്ന് വെച്ചാൽ കണ്ടല്ലോ, സംഭവം അടിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. നമുക്ക് നമ്മൾ ഏത് സ്പോട്ടിൽ നമ്മൾ ഷൂട്ട് ചെയ്യണം ആ സ്പോട്ടത്തിൽ നമുക്ക് കിട്ടും. സഞ്ചിയുണ്ട് സഞ്ചിക്കകത്ത്. ഓക്കെ, അപ്പം അങ്ങനെ ആദ്യത്തെ 1 kg നമ്മൾ കയറിയിട്ടുണ്ട്. നമ്മുടെ സഞ്ചിക്കകത്ത് എടുത്തിട്ടാ കേട്ടോ. ഓക്കെ, കയ്യിൽ ഒതുങ്ങുന്ന പോലും ഇല്ല എൻ്റെ തല പിടിക്കാനായിട്ട്. അയ്യോ ഹെവി. ഓക്കെ, താങ്ക് യു. കിട്ടാണ്ടാക്കും കൂട്ടിയല്ലോ. അപ്പം അടിഞ്ഞ ദിവസം തന്നെ അതല്ലാതെ എല്ലാം താന്നു കളഞ്ഞ്. ആദ്യം അറുപത്തെട്ട് കൊണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഒരിപ്പും അത് മുതുകത്തം കണ്ടാൽ കയറിയാക്കാം. മുള്ളിൻ്റെ അവിടെ കണ്ടാണ് ഉണ്ടാക്കാം. ചെറുതാണെന്ന് തോന്നുന്നു കേട്ടോ. അയ്യേ, ചെറുതിനിട്ടാവുണ്ട്. കുഴപ്പമില്ല. ഞാനത് തീരെ പൊടിയാണെന്ന് നോക്കും. വെള്ളത്തിൽ അടി നിൽക്കുമ്പോൾ അങ്ങനെ കാണില്ല, കലക്കലാണ്. വെള്ളം ഏറ്റവും ഇറക്കമായിപ്പോയി. വെള്ളം ഇറങ്ങി പാടത്ത് വെള്ളം കുറവായത് കാരണം ഉണ്ടല്ലോ, ഈ മീൻ കിടന്ന് ഓടി കലക്കിയിട്ടേക്കാം. കാരണം നമുക്ക് കലക്കലിനകത്ത് മീനെ കാണാൻ പറ്റില്ല. ചെറുതായിട്ട് ഇവൻ പൊങ്ങി വന്നപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തതാണ്. പക്ഷെ വലിയ കുഴപ്പമില്ലാത്ത ഇതിലൊക്കെയാണ്. അപ്പോൾ ഇവനെ നമുക്ക് ഊരി എടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് എടുത്തില്ല. നമ്മൾ ഈ സ്ഥലം നിറച്ച് പുല്ലാണ്. അപ്പോൾ ഇവൻ അങ്ങോട്ട് ഊരി എടുത്തില്ല അല്ലേ? ഓക്കെ, ഇത് ഇവിടെ പറഞ്ഞാൽ നിൽക്കില്ലേ? ഇതിന് കയറ്റാതെ പറയുന്ന പറയാതാണ് അടിക്കാൻ. അവനെ ഇങ്ങോട്ടൊന്ന് നോക്കട്ടെ. അവനെ എയിം ചെയ്ത് ഷൂട്ട് ചെയ്യാം.
ആ കൊണ്ടുപോനെ വന്നിട്ട് ഇതിന്റെ തലയിലായി കയറിയാട്ടോ തലക്ക്. ഗുഡ് ഗോഡ് 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 ഗുഡ് ഷോട്ട്. നീ ചാടിയിട്ടൊരു കാര്യമില്ല, അത് നല്ല അടിക്കും. അങ്ങനെ കയറി മോനെ നമ്മുടെ അടുത്ത തിലോപ്പി. അടിപ്പൻ ഷോട്ട് കണ്ടാ, നൈസപ്പനൊരു റെഡ് തിലോപ്പിയ. ചിത്രലാടൻ അതിനകത്തിപ്പെട്ടതാണ് കേട്ടോ. എൻ്റെ മുള്ളിൻ്റെ എൻഡിലൊക്കെ വയലറ്റ് കളർ വന്നാക്കുന്നുണ്ട് കണ്ടേ. മുള്ളിടത്ത് പിടിക്കുമ്പോൾ അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇല്ലേ? അടിപൊളി. അയ്യോ അപ്പോൾ പിന്നെ അയ്യോ ഡാർട്ട് കൈയിട്ട് കൊണ്ട് എന്നത് ഭയങ്കര മൂച്ചുള്ള ഡാർട്ടും കൂടി ആകാരണം പിടച്ച് കഴിഞ്ഞവിടെ കൈയിട്ട് എൻ്റെ ഡാർട്ട് കൊണ്ട് സഞ്ചാരം. ആ ഓക്കെ സഞ്ചിക്കത്തേക്ക്. ഓക്കെ അപ്പം നമുക്ക് നെക്സ്റ്റ് ഷൂട്ട് ചെയ്യാൻ പോവാം കേട്ടോ. ഇത് വെള്ളം നിൽക്കണ്ട അടിച്ചു വരാല് വാങ്ങിയാണ്. വരാല് അടിപൊളിയായിട്ട് ഇതുണ്ട്. ഒന്ന് കാണിച്ച്. ഞാൻ മഞ്ഞില്ല കാണാൻ പറ്റണ്ട. ഞാൻ കണ്ട് വെള്ളം പറ്റി കഴിഞ്ഞപ്പോഴേ ഈ തണലൊന്നും നോക്കി മരത്തിന്റെ അടിയിലൊന്നും നിൽക്കണം വേണ്ട. അടി കൊണ്ടാൽ മാത്രം മതി. ഇത്ര അധികത്ത് നിൽക്കുമ്പോഴേ ചിലപ്പോൾ അടി കൊള്ളാനായിട്ട് ഇത്ര പാടാണ്. കറക്റ്റ് നല്ല പാങ്ങനെ നിൽക്കുവാണ്. ഷൂട്ട് ചെയ്ത് നോക്കട്ടെ. കിട്ടിയില്ലെങ്കിൽ ചട്ടി എന്ന് പറഞ്ഞാൽ അടിക്കുന്നു. കൊണ്ട് അടിപൊളി. എന്തായാലും കലക്കിയടാ കൂടി പോവല്ലേ. നല്ല സ്പോട്ടിൽ അടി ഉണ്ടാക്കണം, അതൊന്നും കുഴപ്പമില്ല. ഇതാ മറ്റേ സാധനം അടിയിൽ ഡാർട്ട് അവിടെ തന്നെ ചില അടിയിലേക്ക് നൂലിൽ കിടന്നിറങ്ങി മീൻ ഓടിക്കൊണ്ടിരുന്ന വെച്ചാൽ ഡാർട്ട് അവിടെയാണ്. ഡാർട്ട് അവിടെ തന്നെ വെള്ളത്തിലേക്ക് ഇവിടെ നിൽക്കാൻ പറ്റണില്ല. ഇത് കണ്ടില്ലേ, ഇത് കണ്ടലിന്റെ ചെടി. കണ്ടലല്ല സാധനം ഉപ്പത്തിയെന്ന് പറയും. ഉപ്പത്തിയെന്ന് പറയണ മരത്തിന്റെ വേര് ഇങ്ങനെ കിളുത്ത് നിൽക്കണം കേട്ടോ. അതിന്റെ പൊക്കത്താണ് ഞാൻ നിൽക്കണം. ഈ നൈസ് ഒരു വരാല് കിട്ടിയിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. കലക്കൻ സാധനം. ഇത് അരക്കിലോ എടുത്തുണ്ടല്ലേ? 1/2 കിലോ സൈസിൽ വരാല്. നമുക്ക് ഇവനെ അഴിച്ച് സഞ്ചിക്കത്തേക്ക് നല്ല അങ്ങോട്ട് എടുക്കണേ. അങ്ങോട്ട് എടുക്കാം. ഇതാണ് ഇതിന് ഇവിടെ 2 ചാട്ടൻ്റെ അടിക്കുന്ന കയ്യിന് അങ്ങോട്ട് ചേർന്നിട്ട് നൈസ് ഷോട്ട്. അടിപൊളി ഒരു വരാല് കാണിച്ചിട്ട് നന്നായിട്ട്. 1/2 കിലോ സൈസ് വരുന്ന വരാലാണ്. കണ്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ വെള്ളം പറ്റി കാട് പിടിച്ച കണ്ടതാണ്. വെള്ളം പറ്റിയിട്ട് മീൻ പുറത്തേക്ക് പോകാൻ പറ്റില്ല. ആ സൈഡിലൊക്കെ തന്നെ തണൽ നോക്കി ഓരോ കുഴി കുഴിച്ചൊക്കെ ഇരിക്കുകയാണ് മീനെല്ലാം. വരാലിനെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചില്ല. കാര്യം കായലിൽ നിന്ന് നേരിട്ട് വെള്ളം കയറുന്ന കണ്ടണം. അപ്പം ഉപ്പൊക്കെ കയറുമെന്ന് എനിക്ക് തോന്നുന്നു. വെള്ളം ഉപ്പായിട്ടുണ്ടെന്ന് തോന്നുന്നു ഇപ്പം. അപ്പോൾ ഈ ഉപ്പ് വെള്ളത്തിൽ വരാൽ നിൽക്കാറില്ല സാധാരണ. എന്തായാലും ഇച്ചിരി ഭാഗത്ത് കയറിയിട്ടുള്ള. അപ്പോൾ നമുക്ക് എൻ്റെ ആട്ട് പതിയിലെ കൂടെ തന്നെ എടുക്കാം. കാരണം ഇച്ചിരി ഭാഗത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നല്ലോ. കണ്ട ഊരി പോന്നിട്ടുണ്ട്. അപ്പോൾ അതേ സഞ്ജീവായിട്ട് ഇതേ നമ്മുടെ മീൻകാരൻ ഇവിടെ നിൽപ്പുണ്ട്. മീൻകാരാ, ഈ മീൻ ഞാൻ തന്നെ എനിക്ക് 50 രൂപ തന്നെ. 50 രൂപ മീൻ എന്നാ എടുത്തോ. ഓക്കെ വിറ്റിട്ട് ആട്ടോ ഉണ്ട് മീൻ കൊണ്ട്. മീനൊക്കെ പിടിച്ചു കൊടുത്തിട്ടുണ്ട്. കുഞ്ഞ് വിറ്റിട്ട് വരും. 50 രൂപക്ക് വിൽക്കണമല്ല. എത്ര കാശ് കിട്ടുമല്ല? 10 രൂപയോ? അയ്യോ. അപ്പോൾ ഓക്കെ നമുക്ക് വീണ്ടും നോക്കാം. അതിനകത്ത് കയറി നോക്കാട്ടോ. നോക്കി രാത്രി ചെളി കയറുന്നുണ്ട് എൻ്റെ വെച്ചിനകത്ത്. അന്നേരം ഫ്രണ്ടിൽ നിൽക്കണവൻ അടിക്കാൻ പറ്റും. നൈസ്. അങ്ങനെ കിട്ടിയെന്ന് തോന്നുന്നു. തടി കൊണ്ടിട്ടുണ്ട് കേട്ടോ. നൂലും പഠിച്ചുകൊണ്ട് ഓടുന്നുണ്ട്. ഉണ്ട് അത് പോയാല. നൈസ് ഒരെണ്ണം കയറി കഴിഞ്ഞപ്പോൾ ബാക്കി കൂട്ടുകാരെല്ലാവരും ഓടിക്കളഞ്ഞു കേട്ടോ. നൈസ്. അടിപൊളിയൊരു തിലോക്ക് ആയിട്ടാണ് നമുക്ക്. ഇവന് നമുക്ക് ഗ്രിപ്പറിലിട്ട് വെക്കട്ടെ. നമുക്ക് ഇവനെ കൊണ്ട് അങ്ങോട്ട് പോക്കിച്ചിട്ട് ബുദ്ധിമുട്ടാണ് ഇതിനകത്തുനിന്ന്. അടിപൊളി സ്ഥലത്തൊക്കെ നമ്മൾ കയറി നിൽക്കുന്നത് കണ്ട. നൈസ് സ്പോട്ടിൽ അടി ഉണ്ടാക്കണം. പക്ഷേ ഇവനെ കൊണ്ട് നമുക്ക് അങ്ങോട്ട് പോക്കടക്കില്ല. കാരണം നമുക്ക് ഇവനെ ഗ്രിപ്പറിലൂടെ ഇട്ട് വെക്കാം. ഇവിടെ ഞാൻ ഈ ആണിയിൽ തൂക്കിയിടുവാണ്. ആണിയുടെ കൊമ്പൻ ഇത് തൂക്കിയിടുവാണ്. ബാഗിൽ അയച്ച് എടുത്തിട്ട് നമ്മൾ ഗ്രിപ്പറിൻ്റെ എടുക്കണം. ഗ്രിപ്പറൊക്കെ അത് മുറിയിലാണെന്ന് പോലും അറിയാൻ. അപ്പോൾ അതെ ആ തിലോപ്പിനതേ നമ്മൾ ഗ്രിപ്പറിലേക്ക് ആക്കിയിട്ടുണ്ട്. നമുക്കത് ഇവിടെ തൂക്കിടാം ടൈം. ഈ ഇവിടെ കിടന്നോടാ. അടിപൊളി സ്റ്റാൻഡുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ഈ സംഭവം സുനായ്ക്കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഹാൻഡിലെടുക്കട്ടെ. ഓക്കെ അതേ വന്ന് നിൽക്കേണ്ട അടുത്തവന്മാർ ഈവൻ നമ്മൾ അടിച്ച് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സെറ്റാക്കി വെച്ചിട്ട് അടുത്തവൻ വന്നു കേട്ടോ. അടുത്തവനെ പടിഞ്ഞോട്ട് നിൽക്കാൻ അടിച്ചാൽ പോരെ. അവനല്ലേ നല്ലത്.
ആ അവനിട്ട് തന്നെ കൊണ്ട് പടിഞ്ഞോട്ട് തിരിഞ്ഞു വെച്ചാൽ അവനെ തന്നെ അടിക്കും. നൈസ് നൈസ് നൈസ്. ഇതെന്തായാലും ഇത്രയും പെട്ടു. ആ ഡാർട്ട് വെള്ളത്തിന് അടിയിലായിരുന്നു. അയ്യോ പോയടാ പോയി മിസ്സായി. ഇല്ലല്ല അവന് അരികത്തെ പോടി വന്നു. അപ്പൊ ഞാൻ ഓർത്തേ ജയിക്കും. ആ അപ്പൊ മിസ്സായി. ഇപ്പൊ തൊട്ട് മിസ്സായി കേട്ടാ. കമ്പച്ചോട്ട് പിടിക്കോ? പട്ടക്കാരനല്ലേ ചുള്ളിയുടെ പൊക്കത്തെ വന്ന് വീഴുള്ളൂ വലിച്ചു വരുമ്പോ. അതാണ് മിസ്സായിപ്പോ നമുക്ക്. നമ്മൾ ഇതിന്റെ മേലിൽ കൂടിയല്ല ഷൂട്ട് ചെയ്യുന്നത്. വലിച്ചു പറഞ്ഞ ചുള്ളിക്കൊമ്പിൽ ഒന്ന് ഇടക്ക് കയറി പോകുമ്പോഴായത് എടുക്കാൻ പണിയാ. കത്തി തിരിഞ്ഞ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ആ വലുതിനെ തന്നെ കയറിയിട്ടുണ്ട്. അര കിലോ സൈസ് ഇപ്പോൾ ഓടി വന്നവന് കയറ്റി അത്ര തിലോപ്പിയ. അവൻ നൈസ് ഷൂട്ടായിട്ട് ഇപ്പൊ നമ്മള് കൊമ്പൊക്കെ ഒടിച്ച് മാറ്റിട്ടുണ്ട് കേട്ടോ. മിസ്സാകരുത് മീനത്. ആകെ രണ്ടെണ്ണം വരുന്നുണ്ട്. ആദ്യത്തെ അറ്റത്തിരിക്കുവാണ്. അത് ഊരി പോകാന്നറിയില്ല. രണ്ടെണ്ണം ഉണ്ട്. രണ്ടെണ്ണം അവരുടെ നാട്ടിന്റെ അറ്റത്തിരിക്കുവാണ്. മുന്തിരി കൊലയിൽ സ്ലിംഗ് ഷോട്ടിൽ രണ്ടെണ്ണം നോക്കി. അത് നാടന, താഴത്തെ നാടന. ഇത് ചിത്രം നടന, മറ്റേ നാടനത്തിൽ നോക്കിയ കേട്ടാ. നാടൻ വിത്ത് നാടൻ. ആ രണ്ടും കൂടി ഒരുമിച്ച്. അയ്യോ പക്ഷെ അത് വളരെ കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ആ മറ്റേ കൊളുത്തിനകത്താ വീണ് കിടക്കണം. തൊലിപ്പുറത്ത് ആ കൊളുത്തി ഇങ്ങനെ കൊളുത്തി കിടക്കണം. അതിൻ്റെ അതാണ് സാധനം മിസ്സാകാൻ. അതെ വെള്ളത്തിൽ കിടന്ന് പിടച്ച് ഞാൻ ഓർത്ത് ഉരിപ്പ് പോയെന്നാണ് ഞാൻ ഓർത്തത്. എന്തായാലും എന്തേ ഡാട്ടിലുള്ളതിനെ കാണിച്ചില്ല. നാടൻ തിലോപ്പിയാണെന്ന് കണ്ടാൽ തന്നെ നമുക്കറിയാം. അത് കണ്ടല്ല, നാടൻ തിലോപ്പിയ. കാളഞ്ച് ഷേപ്പായിരിക്കും ശരീരം. കണ്ട ചിത്രലാടെന്ന് ഇച്ചിരി വീതി ഉണ്ടാവും നാടൻ തിലോപ്പിയ. കറക്റ്റ് ആ കൊളുത്തത് കണ്ടത്. ഇതിൽ ആ വെട്ടിൽ വീണ് കിടക്കായിരുന്നു. അത്ര ഉണ്ടായിരുന്നുള്ള ആദ്യമുള്ള പിടുത്തം ഇതിൻ്റെ. നമുക്ക് ഇവനെ ഇതിൽ കിട്ടുമോ കേട്ടോ. ഓക്കെ ഇവനെ ഇതിലിട്ടിട്ടുണ്ട്. ഇനി ഇവനാണ് നമുക്ക് അഴിച്ചെടുക്കണം. ഇവിടെ നിന്ന് അങ്ങോട്ട് കേരളം ഇറങ്ങേണ്ടത് ഇച്ചിരി പണിയാണ്. വേറെ നമ്മൾ ഗ്രിപ്പറിൽ തന്നെ സാധനം സെറ്റ് ചെയ്ത് കൊടുക്കണം. സഞ്ചി ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പണി കിട്ടും. സഞ്ചി ഇങ്ങോട്ട് എടുക്കാമെന്ന്. പക്ഷേ സഞ്ചിനകത്ത് വരാല് കിടപ്പുണ്ട്. വരാല് ഇവിടെ നിന്ന് അങ്ങനെ ചാടി താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട. മുള്ളുടക്കി കിടക്കാണ്. ആ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ ഇവനും കൂടെ നമുക്ക് അതിനകത്ത് കയറ്റില്ല. ഓക്കെ സെറ്റ് അഴിച്ചിട്ടുണ്ട്. കൂടെ ഇതിനകത്തോട്ട് കയറ്റിടല്ല നമുക്ക്. കിടക്കാൻ തിരിയട ഈ തോലി പോയാൽ ഓക്കെ അല്ലേ എടുക്കട്ടെ. ഈ ഒരു നമ്മൾ ഉള്ളിൽ കിടക്കും. ഓക്കെ അടുത്ത വന്നട്ടോ. 250 ഗ്രാമാണ്. 350 ഗ്രാമാണ്. ഇങ്ങോട്ടും തിരിഞ്ഞാൽ നിൽക്കണം. പക്ഷേ കരിഞ്ഞാൽ ആ കൊണ്ട് ഇങ്ങോട്ടും തിരിഞ്ഞാൽ നിന്നേറ്റ. പക്ഷെ അടി കൊണ്ട് കേട്ടോ. അയ്യോ ഇതെന്ത് ഇത്രയും പഠിച്ചോണ്ട് പറഞ്ഞു. ഞാൻ ഇത്ര ആകെ അത്ര നിൽക്കില്ലല്ലോ. ഇത് കണ്ട ഇത്രയും ലോങ്ങിൽ കൊണ്ട് എൻ്റെ അമ്മ. ഇപ്പോഴാണ് ഷൂട്ടൊന്ന് റെഡിയായത്. നമ്മൾ ആദ്യം വന്ന ആ റബ്ബറിൻ്റെ ചെറിയൊരു ടൈറ്റ് കാരണം നമുക്ക് ഷൂട്ട് ചെയ്യാൻ ഭയങ്കര. ഇങ്ങനെ നേരത്തെ ഓടി നമ്പർ സൈഡിലേക്ക് ഓടി വന്നപ്പോഴാണ് ഞാൻ നേരത്തെ മിസ്സായെന്നും പറഞ്ഞ് നോക്കി. ഇങ്ങോട്ട് നോക്കിയാൽ അറിയാം. എന്തായാലും കൊണ്ട സ്ഥലം നല്ല അടിപൊളി സ്പോട്ടിൽ തന്നെ ഉണ്ടാക്കണത്. ഇങ്ങോട്ട് ഞാൻ നിന്നേച്ചാൽ എന്നിട്ട് നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടെ. ചിത്രലാടൻ്റെ ഈ കണ്ടത്തിൽ പെട്ടുപോയ തിലോപ്പികളാണ്. ഈ കണ്ടത്തിനകത്ത് നിന്ന് മീൻ പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല. ഇതിനകത്ത് വെള്ളം വറ്റുമ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ കിടക്കണമെന്നാൽ കണ്ടത്. ഈ സൈഡിലൊക്കെ വെള്ളം ഇച്ചിരി കുറഞ്ഞിട്ട് ഇച്ചിരി കലക്കലൊക്കെ ഉണ്ട്. ചെറിയ കുഴികളൊക്കെ ഉണ്ടാക്കി കലക്കി അതിനകത്ത് തന്നെ നിൽക്കുകയാണ് നമ്മൾ. അപ്പോൾ എന്തായാലും നമുക്ക് ഇത്രയും തിലോപ്പിയായിട്ട് അങ്ങോട്ട് കയറാം. ഓക്കെയാണ് അവിടെ കിട്ടും. ഇത്രയും തിലോപ്പി ഒന്നും ഇപ്പോൾ ഇവിടെ നിന്ന് അടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു വരാല് കൂടെ കിട്ടിയിട്ടുണ്ട് നമുക്ക് അല്ലേ. വേറെ ഒന്നും കൂടെ ഉണ്ട് അപ്പുറത്ത് അടിച്ച്. അപ്പുറത്ത് അടിച്ചൊരു തിലോപ്പിയെ കിട്ടി ഇതിനകത്ത് തന്നെ കേട്ടോ. അപ്പോൾ 5 തിലോപ്പി വരാലാണ് നമുക്ക് ഇതിനകത്ത് തന്നെ കിട്ടിയത്. അപ്പോൾ ഇതിനെ കൊണ്ട് നമുക്ക് അങ്ങോട്ട് കയറാം. ഇച്ചിരി റിസ്കബിൾ ഷോട്ടാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആയിട്ട് വെച്ചിട്ട് ബാഗ് ഞാൻ ഇപ്പോൾ ഇവിടെ ഊരി വെച്ചതാണ്. ഓക്കെ കാല് വെന്നിപ്പ് ആ വള്ളിയിലായിരുന്നു ഇത്ര നേരം ചവിട്ടി വന്നിട്ട്. ആ വള്ളീൻ്റെ കാല് വെന്നിപ്പ് ആയിപ്പോയടാ. എൻ്റെ ഷൂസ് കണ്ട. എൻ്റെ ഷൂസ് നോക്കി കാണാൻ വഴിയ ഷൂസ്. നമ്മൾ കാടിനകത്ത് ഷൂട്ട് കഴിഞ്ഞിട്ട് മീനും കൊണ്ട് ഇവിടെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ വരാല് പോയി കിടക്കണം നോക്കി. അവൻ സഞ്ചിക്കകത്തുനിന്ന് രക്ഷപ്പെട്ടു. കുഞ്ഞുവിനെ പറ്റിച്ച് കുഞ്ഞു മാറുന്ന സമയത്ത് വരാല് കുട്ടൻ സഞ്ചിക്കകത്തുനിന്ന് ചാടി ഇറങ്ങി രക്ഷപ്പെടാൻ. അയ്യോ
അടിപൊളി. മീൻ നോക്കാൻ എത്തിച്ച ആളാണ് കുഞ്ഞു വന്ന് അടി കൊള്ളിയും ചാടി 10 മീറ്റർ ദൂരത്ത് നിന്നവന്റെ ഹെഡ് ഷൂട്ട് നല്ല കിടുക്കൻ ചാട്ട വരുന്നവന്റെ. അതെന്തായാലും കലക്കിയത് ചാട്ടം. ഇത് കണ്ട അയ്യോ, ഞാനിപ്പോ വെള്ളത്തിലോട്ട് വീണത്. അടിപൊളി. ഇത് ഇതിന്റെ ഡിസൈൻ നോക്കിണ്ട്. ബ്ലാക്ക് ടിലോപ്പിയ, ബ്ലാക്ക് ആൻഡ് ഒരു ബ്രാസിന്റെ പോലത്തെ കളർ അല്ലേ, ചെമ്പൻ കളർ. ഹെഡെന്ന് വെച്ചാൽ അന്യായ ഹെഡിങ്. എന്നിട്ട് നമ്മന്ന് ചേറുമീൻ അടിച്ചപ്പോൾ അടിച്ചത് പോലെ ഉള്ള തന്നെ കറക്റ്റ് ആ ഒരു പൊസിഷൻ അടിക്കാൻ. ബാക്കിലെ ത്രെഡ് അഴിയണില്ലല്ലോ, ഇപ്പം ടൈറ്റായി പോയത്. ഫ്രണ്ട് ത്രെഡ് മാത്രമേ അഴിയണുള്ളൂ. ഫ്രണ്ടെങ്കിൽ ഫ്രണ്ട് അഴിക്കും. സഞ്ചിനകത്തേക്ക് നേരിട്ട് എടുത്തിടാം. സഞ്ചി എടുത്തോ ഞാൻ. ആ കാനം കൊണ്ട് പൊങ്ങണില്ല കുഞ്ഞിന്. അയ്യോ കുറെ മീനുണ്ടായിരുന്നു. എത്ര കിലോ ഉണ്ട്? അയ്യോ 50 ഒരു 3-4.5 കിലോ മീൻ കാണുള്ളൂ. എത്ര കാണുള്ളൂ? ഓക്കെ, നമ്മൾ റിട്ടേൺ പോകണം കേട്ടോ. ഇനി റിട്ടേൺ പോകുന്ന സ്ഥലത്തൊക്കെ നമുക്ക് ഓരോന്ന് നോക്കാം. നമുക്ക് നമ്മൾ ഇന്നത്തെ ഫിഷിങ് നിർത്തുവാണ്. ഓക്കെ, പതിയെ നമുക്ക് അങ്ങോട്ട് പോകാം. കൊടുത്തു നോക്കാം അല്ലേ? ഓപ്പൺ ആണോ നോക്കട്ടെ ഒന്നുകൂടി. നമുക്ക് പറയാനായിട്ടും സംസാരിക്കാനൊക്കെയുള്ള സമയം തന്നവനോട് നിൽക്കുകയാണ്. എന്തായാലും രണ്ടും കൽപ്പിച്ച് കൊണ്ടാ ഉണ്ട്. ഞാനോർത്ത് മിസ്സായി പോയി നോക്കാം കേട്ടോ. പക്ഷെ കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ സംസാരിച്ച് തീർന്ന് ഡയലോഗ് കഴിഞ്ഞ് ഇടിയെന്ന് പറഞ്ഞ കണക്കായിട്ട് ഡയലോഗ് കഴിഞ്ഞപ്പോൾ നമ്മൾ അവനടിച്ച് കാണാൻ കൊള്ളാം. അടിപൊളി. അരക്കിലുണ്ട്. ഞാനടുത്ത് കണ്ടപ്പോ ആദ്യം ചെറുതാന്ന് തല മാത്രമേ കണ്ടുള്ളേ. ഞാൻ ചെറുതാന്ന് ഓർത്തിരിക്കുന്നത്. 1 കിലോ സൈസ് ഉണ്ട്. അടിപൊളി തിലോപ്പി. അപ്പൊ ഇവന് നമുക്ക് ഡാട്ട് ഊരിട്ട് കറക്റ്റ് ചെകള ഷൂട്ടാണ്. ചെകള ഷൂട്ട് ഇന്ന് എല്ലാ ഷൂട്ടും കിട്ടിയിട്ടുണ്ട്. ഹെഡ് ഷൂട്ടും കിട്ടിയിട്ടുണ്ട്, സെന്റർ ഷൂട്ടും കിട്ടിയിട്ടുണ്ട്, മിസ്സായതും കിട്ടിയിട്ടുണ്ട്. ആ എന്തായാലും സഞ്ചി ഇവിടെ ഇപ്പം ഉണ്ട്. സഞ്ചിക്കത്ത് കിട്ടൊക്കെ ഇന്നത്തെ ഫിഷ് നമുക്ക് അധികം കിട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാ മീനും കൂടി ലാസ്റ്റ് കാണിക്കാൻ നമുക്ക് അല്ലേ? ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് കുറച്ച് അപ്പുറത്തിട്ട് ഇതിൻ്റെ അപ്പുറത്തോട്ട് പോയി നമുക്ക് നോക്കാം. അധികം വലുതല്ല, ഞാൻ കുഴപ്പമില്ല. നൈസ് നൈസ് നൈസ്. പോകുന്ന ഓലയിലടക്കണൊക്കെ പോയി വെക്കെടുക്കുന്നത് അടിപൊളി വീഡിയോ. ഓക്കെ, നമുക്ക് ഡാർട്ട് പാസ് ചെയ്യിപ്പിച്ചെടുക്കാം. അതാണ് നല്ലത്. സെൻറ്റർ ഷോട്ടല്ലേ. ഒന്ന് വേണ്ട, അടയ്ക്കാം, കഴിച്ചെടുക്കാം. ഗ്രാം സൈസ് എടുക്കും. ആ നൈസ്. ഹെഡ് ഷൂട്ടായി പോയി, ഡെഡ് ആയി പോകും. ഓൺ ദ വേ ഡെഡ്. അതവിടെ നിന്ന് പോയിട്ടുണ്ട്. ഇവിടെ നിന്ന് വന്നത് ഇപ്പം ഇത്തിരി ഹെവിയാണ്. അത് താഴെ തല മുക്ക് പൊങ്ങണില്ല വെള്ളത്തിൽ നിന്ന്. ഈ ഓല ഞാൻ ഓർത്തതാണ്. ആ ഓല നേരത്ത് 700 ഗ്രാം സൈസ് വരുന്ന നല്ല അടിപൊളി സാധനം. ഡെഡായിപ്പോ അത് അതിൻ്റെ തണ്ടലിനാണ് അടി കയറിയാണ്. അതാണ് ചാട്ട് ഇപ്പുറത്തേക്ക് വന്നിട്ട് പോലും ഇല്ല. ചത്ത് ഡെഡായി. ചെറുതായിട്ട് ഇപ്പം അനങ്ങാന്ന് മാത്രമേ ഉള്ളൂ. ചിത്രലാടൻ തന്നെയാണ്. എൻ്റെ വാലിലുള്ള ടൈലുണ്ട്, കുത്തൂത്ത് ഡിസൈൻ, മറ്റേ പുള്ളിക്കുലിനെ പോലെ. അത് അതിൻ്റെ വൈപ്പിൽ നിന്നുള്ള വെള്ളം വീണത്. ഓക്കെ, ഇതിനൊന്ന് കറക്കി കൊടുത്തു കഴിഞ്ഞാൽ റിട്ടേൺ റിമൂവ് ആവും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് സഞ്ചിക്കത്തേക്കിടാം. ഓക്കെ, സഞ്ചി എടുക്കാം.
അപ്പോൾ ഗെയ്സ് ഇതേ നമ്മൾ ഫിഷിങ് കഴിഞ്ഞ് കേട്ടോ. നമ്മൾ ഫിഷിങ് നിർത്തുവാണ്. അപ്പോൾ നമ്മുടെ റാൻഡം ഫിഷിംഗ് ആയിരുന്നു. 2-3 സ്പോട്ടിൽ 2-3 ദിവസമായിട്ട് നമ്മൾ ചെയ്ത ഫിഷിംഗ് എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്താക്കുന്നത്. അപ്പോൾ അതെ ഇന്ന് കിട്ടിയിരിക്കുന്ന മീൻ, ഇന്ന് മാത്രം നമ്മൾ പിടിച്ചിരിക്കുന്ന മീനെ ഞാൻ കാണിക്കണം കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് മീൻ നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് മീൻ കിട്ടിയിട്ടുണ്ട്. ഇന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് നമ്മുടെ ഫിഷിംഗ് ഇന്നത്തെ. ഇത് കണ്ട. പക്ഷെ കരിമീൻ മാത്രം നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. കരിമീൻ തന്നെ 1-2 നമുക്ക് മിസ്സായത്. ഇതൊക്കെ നല്ല ഹെവി തിലോപ്പിയാണ്. നല്ല അടിപൊളി സാധനം. ഇത് നല്ല ആദ്യം കിട്ടിയ തിലോപ്പിയാണെന്ന് തോന്നുന്നത് അത് കേട്ടോ. പിന്നെ ഇതിനകത്ത് നാടൻ തിലോപ്പികളാണ് ഇത് 2 ഇത് 2 നാടൻ തിലോപ്പി. വേറെ നാടനൊന്നും കിട്ടും. ബാക്കി എല്ലാം ചിത്രനാടൻ ഐറ്റത്തിൽപ്പെട്ട വർഗത്തിൽപ്പെട്ട തിലോപ്പികളെല്ലാം. ചിത്രലാടൻ. പിന്നെ ഒരു അടിപൊളി സാധനം കിട്ടിയെന്ന് വെച്ചാൽ വരാല ചത്തട്ടില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ കിടപ്പുണ്ട്. തിലോപ്പി എത്ര തിലോപ്പിയാണ് നമുക്ക് കിട്ടിയാൽ നോക്കി. എല്ലാം നല്ല അടിപൊളി തിലോപ്പി കേട്ടോ. 1-2 മാത്രമേ ചത്തിട്ടുള്ളൂ. 2 മാത്രമേ ചത്തിട്ടുള്ളൂ. ബാക്കി ഒന്നും ചത്തിട്ടില്ല. എല്ലാത്തിനും ജീവനുണ്ട്. ഇതിന് ജീവൻ, ഇതിന് ജീവനുണ്ട്. ഇത് 2 അങ്ങോട്ട് ചത്തിട്ടുള്ളതെന്ന് തോന്നുന്നു കേട്ടോ. ഇത് മാത്രമേ ചത്തിട്ടുള്ളൂ. ഇതിനൊക്കെ ജീവനുണ്ട്. ഇതിന് ജീവനുണ്ട്. അല്ല ഇതും മാത്രമേ ചത്തിട്ടുള്ളൂ. ബാക്കി എല്ലാത്തിനും ജീവനുണ്ട്. അതുപോലെ വരാലും അതാ അടിപൊളിയായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇതേപോലെ നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.